ലാത്തി വെച്ചിട്ടാണ് അടിക്കുന്നത്. എൻ്റെ മുതുവിന് കാലിലൊക്കെയാണ് അടിച്ചത്, വിരല്. അല്ലല്ല, പലതവണയായിട്ട് അടിച്ച്. എന്ന് വെച്ചാൽ ക്രോസ് വട്ടം കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു തരത്തിൽ പെപ്പർ സ്പ്രേ മുഖത്ത് അടിക്കുന്നത്. പെപ്പർ സ്പ്രേ എടുത്തിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ശ്വാസം മുട്ടി എനിക്ക്. 26-ാം തീയതി കാഞ്ഞിരങ്കോട് ക്ഷേത്രോത്സവത്തിനെത്തിയതായിരുന്നു ഇവർ കുടുംബമായി. അവിടെ വച്ചാണ് പോലീസ് അകാരണമായി മർദ്ദിച്ചെന്നുള്ള ഒരു പരാതി ഇപ്പോൾ ഉന്നയിക്കുകയും കൊല്ലത്ത് ഇപ്പോൾ ചികിത്സയിലായിരിക്കുകയും ചെയ്യുന്നത്. നമുക്ക് പരാതിക്കാരിയായിട്ടുള്ള അശ്വിനിയോട് തന്നെ കാര്യം ചോദിക്കാം. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? നമ്മളവിടെ പരിപാടി കാണാൻ പോയിരുന്നായിരുന്നു. പരിപാടിക്കിടയ്ക്കാണ് അവിടെ DJയുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ അവിടെ തുടർന്ന് പിള്ളേർ വണ്ടിയിൽ DJ പരിപാടി ഇട്ടതിലാണ് പ്രശ്നം വന്നത്. അതിൽ പാട്ട് ഇട്ടതിൽ ഒരു പയ്യൻ ആ വണ്ടിയിൽ മേളിൽ ഇരുന്നതാണ്. ആ പയ്യനെയാണ് വലിച്ച് തറയിൽ ഇട്ടത്. പക്ഷേ ഇട്ട വഴിക്ക് എൻ്റെ പുറത്താണ് ആ പയ്യൻ വന്ന് വീണത്. അപ്പം എൻ്റെ ഹസ്ബൻഡ് അതേ തുടർന്ന് ആ സാർ എന്തോ കാണിക്കുന്നതെന്ന് മാത്രമേ ചോദിച്ചോളൂ. പിടിച്ച് തെള്ളുകയും ഉപദ്രവിക്കുകയും ചെയ്തു. മുടി പിടിച്ച് ഹസ്ബൻഡിനെ കൊണ്ടുപോയി. അപ്പം ഞാനത് തടഞ്ഞതാണ്. പുള്ളിക്കാരനെ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് GP കയറ്റാൻ ശ്രമിച്ച് ഞാനത് സമ്മതിച്ചില്ല. അതേ തുടർന്ന് എന്നെ മർദ്ദിച്ച് ഞങ്ങളെ പിടിച്ച് തറയിലിട്ട് ലാത്തി വെച്ചിട്ടാണ് അടിക്കുന്നത്. എൻ്റെ മുതുവിന് കാലിലൊക്കെയാണ് അടിച്ചത്, വിരല്. അല്ലല്ല, പലതവണയായിട്ട് അടിച്ച്. എന്ന് വെച്ചാൽ ക്രോസ് വട്ടം കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു തരത്തിൽ പെപ്പർ സ്പ്രേ മുഖത്ത് അടിക്കുന്നത്. പെപ്പർ സ്പ്രേ എടുത്തിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ശ്വാസം മുട്ടി എനിക്ക്. അതിനകത്ത് SI കിരൺ. അതിനകത്ത് അതുലെന്ന് പറഞ്ഞ സാറാണ് ചേച്ചി മർദ്ദിക്കുന്നത്. അത് കഴിഞ്ഞ് പുള്ളിക്കാരനെ ജീപ്പിൽ കൊണ്ടുപോവുകയും ജീപ്പിനകത്ത് കയറ്റിയിട്ട് പെപ്പർ സ്പ്രേ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് അടിക്കുന്നത്. അവിടെ വണ്ടി നിർത്തിയിട്ടാണ് അടിച്ചിട്ട് ലാത്തി വെച്ചിട്ട് അതിനകത്തിട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ടാണ് പുള്ളിക്കാരനെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ പരാതിയായിട്ട് മുന്നോട്ട് പോകണം. അതെ, പോലീസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ FIR നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, ഭർത്താവും നിങ്ങളുമൊക്കെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് പറയുന്ന കാര്യം എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒരു കാര്യങ്ങളില്ല, ഒന്നുമില്ലാതാണ് ഞാൻ മദ്യപിച്ചു എന്ന് പറയുന്നത്. പിന്നെ കൊണ്ടുപോയതിനു ശേഷം ഇന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ സ്റ്റേഷനിൽ ചെല്ലണം എന്നെ. പിന്നെ ഭീഷണി ഉണ്ടായിരുന്നു, ഞാൻ കേസ് കൊടുക്കുവാണെങ്കിൽ പുള്ളിക്കാരനെ റിമാൻഡ് ചെയ്യും എന്നും പറഞ്ഞിട്ട് ഭീഷണി. നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഈ SP-ക്ക് പരാതി കൊടുത്തിട്ട് ആരെങ്കിലും വിളിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു? SP-ക്ക് പരാതി കൊടുത്തിട്ടോ? SP വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇന്നലെ രാത്രി ഒരു 7 മണിയോടെ പുള്ളിക്കാരനെ വിടുന്നത്. അതുവരെ വിടത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ മേഴ്സിക്കുട്ടി അമ്മ, സാറ് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. സജീവ്കുമാർ സാറ്, SI സജീവ്കുമാർ സാറ് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആശുപത്രിയിലേക്ക് ഇപ്പോൾ PC വിഷ്ണുനാഥ് MLA ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. കുണ്ട്ര പോലീസിനെ സംബന്ധിച്ച് ആദ്യത്തെ പരാതിയല്ല, വലിയ പരാതികൾ നിലനിൽക്കുന്നുണ്ട്. SIക്കെതിരെ മറ്റു പരാതികളുണ്ടെന്നുള്ളതാണ് ആളുകൾ വിളിച്ചു പറയുന്നത്. പരാതി ഉണ്ടെന്ന് മാത്രമല്ല, ഈ SIക്കെതിരെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതേ SI ഈ അതുൽ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർക്കെതിരെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തേണ്ടായി. കാരണം നമ്മുടെ ഒരു മാർച്ചിൽ കയറി ഒരു DC സെക്രട്ടറിയുടെ മൂക്കിടിച്ച് ഇതാക്കി. ഇവിടെ അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനമാണ് നടന്നത്. സ്ത്രീകളെ എന്നുള്ള പരിഗണന പോലുമില്ലാണ് അവരെ ആക്രമിച്ചത്. പെപ്പർ സ്പ്രേ അടിക്കുക, വാഹനത്തിൽ കൊണ്ടു നടന്ന് ഇടിക്കുക, ഇത്തരം പോലീസ് സേനയ്ക്ക് അപമാനമാണ്. അവർക്ക് ആ സേനയിൽ തുടരാനുള്ള യാതൊരു അർഹതയില്ല. ഇതിലൊരു പ്രശ്നം, ഈ FIR വായിച്ചപ്പോൾ അതിനകത്ത് ഈ യുവതി ഉൾപ്പെടെ മദ്യപിച്ചിരുന്നു എന്നും പറഞ്ഞിട്ടാണ് FIR ഇട്ടിരിക്കുന്നത്. അങ്ങനെ വ്യാജമായിട്ടല്ല തയ്യാറാക്കിയിരിക്കുന്നത്. അവരുടെ പോലീസിന് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ ക്രിമിനൽ പ്രവർത്തനത്തെ ന്യായീകരിക്കുന്നതിനും അല്ലെങ്കിൽ ആ ക്രിമിനൽ പ്രവർത്തനത്തിൽ നിന്നും അവർക്ക് സ്വയം രക്ഷ നേടുന്നതിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വ്യാജ കേസായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഇവർ ഇക്കാര്യത്തിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് എല്ലാ പിന്തുണയും കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ ഈ ആശുപത്രിയിൽ തന്നെ എത്തിയിട്ടുണ്ട് ചിന്താ ജെറോം ഉൾപ്പെടെയുള്ളവർ. ഈ ഒരു വനിതയ്ക്ക് നേരെ ഒരു പോലീസുകാരൻ നടത്തിയിരിക്കുന്ന അതിക്രൂരമായിട്ടുള്ള ഒരു ആക്രമണമാണ്. എങ്ങനെയാണ് ഇപ്പോൾ? ഇന്നലെയാണ് അവർ സംഭവം എന്നെ വിളിച്ച് പറയുന്നത്. അപ്പോൾ അവരുടെ ഭർത്താവ് പോലീസ് സ്റ്റേഷനിലായിരുന്നു. ആ പ്രദേശത്തു നിന്നുള്ള നേതാവ് മേഴ്സിക്കുട്ടിയമ്മ സഖാവ് ഉൾപ്പെടെയുള്ളവർ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി കുടുംബം മുമ്പോട്ട് പോവുകയാണ്. ഭാര്യയും ഭർത്താവും സഹോദരനും സഹോദരന്റെ ഭാര്യ അടങ്ങുന്ന ഒരു കുടുംബ ഉത്സവം കാണാൻ പോയതാണ്. പക്ഷേ കുട്ടിയുടെ ശരീരം കാണുമ്പോൾ നമുക്കറിയാം, നല്ല വിധത്തിൽ വനിതാ പോലീസ് പോലും ഇല്ലാതെ മുടിയിൽ കുത്തിപ്പിടിച്ചു എന്നാണ് ചാരു ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 24 വയസ്സാണുള്ളത് കുട്ടിക്ക്. അപ്പം അത്രയും ഭീകരമായ ഒരു മർദ്ദനം നടന്ന സ്ഥിതിക്ക് നിയമപരമായി അവർ നടത്തുന്ന പോരാട്ടത്തിൽ അവർക്കൊപ്പം ഉണ്ടാകും. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയമല്ല ഇത്. ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഇത്തരം ക്രിമിനൽ സ്വഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. നിങ്ങളല്ലേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നത്? നിങ്ങൾക്ക് മർദ്ദനമേറ്റിട്ടുണ്ടായിരുന്നു?
ഇവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എണീക്കാൻ പറ്റിയത് കൊണ്ട് ഒരു വെട്ട അടി കിട്ടിയുള്ളൂ. അവർക്ക് പക്ഷെ അങ്ങനല്ല, അവരവിടെ വീണുപോയി, അവർക്ക് എണീക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പേടി. പിന്നെ ആദ്യമായിട്ടാണ്. നമ്മൾ ഒരുപാട് അടുത്ത് ഉത്സവം കാണാൻ പോകുന്ന വ്യക്തികളാണ്. നമുക്ക് പോകരുതെന്നുള്ള നിയമമൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ 10 മണിയാണോ 9 മണിയാണോ പോയതെന്നില്ല. നമ്മളെല്ലാവരും കൂടി ഫാമിലി ആയിട്ട് നല്ല സന്തോഷമായിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. എന്തായാലും പരാതിയുമായി അവർ മുന്നോട്ട് പോവുകയാണ്. ഒരു യുവതിക്ക് നേരെയാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. യുവതിക്ക് മാത്രമല്ല, കുടുംബത്തിനാകമാനം വ്യാജ എഫ്ഐആർ ഇട്ട കാര്യങ്ങളിൽ ഉൾപ്പെടെ അവർ നിയമ നടപടി തുടരുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.